59 വയസ്സ് വരെ ഒരു ഹദീസ് കേട്ടിട്ടില്ല, 60ാമത്തെ വയസ്സിൽ ജനുവരി 1 കേട്ടാ സ്വീകരിച്ചോളണം. ഞാനതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റൂല. അപ്പൊ പ്രവാചകന്റെ ഹദീസ് എന്ന് കേട്ടോ എപ്പ കേട്ടോ അപ്പ സ്വീകരിക്കണം. അതിനു മുമ്പ് കേട്ടത് അതിനെതിരാണെങ്കിൽ ഒഴിവാക്കണം. കാരണം കൂറ് ഹദീസിനോടാണ്, കാരണം കൂറ് പ്രവാചകനോടാണ്, നമ്മുടെ സ്നേഹം പ്രമാണങ്ങളോടാണ്. അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞു എന്നല്ല വിഷയം, അവൻ പറയാൻ സ്വീകരിച്ച മാനദണ്ഡം എന്ത് എന്നുള്ളതാണ്. അപ്പോ കിബില മാറ്റം നമുക്ക് വ്യക്തമായ ഒരു ഉദാഹരണമാണ് സ്വഹാബികൾ ഹദീസുകളെ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതിന്. പ്രവാചകൻ പറഞ്ഞപ്പോഴേക്കിനും നമസ്കാരം കഴിയാൻ പോലും കാത്തു നിൽക്കാതെ അവര് കിബില പോലും മാറ്റിക്കളയുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ നിലക്ക് നമ്മൾ ഹദീസുകളെ സ്വീകരിക്കണം. പിന്നെ ചില ആളുകൾക്ക് സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഹദീസുകളെ മാറ്റി വെക്കാറുണ്ട്. ചെയ്യരുത്. നമ്മൾ സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ സുന്നത്തിന് നിർവചനം എന്താന്ന് വെച്ചാൽ ഒഴിവാക്കാനുള്ളതെന്ന് ആൾക്കാരെ മനസ്സിലാക്കിക്കുന്നത്. സുന്നത്തിന് നിർവചനം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളത് എന്നല്ല, ചെയ്യാനുള്ളത് എന്നാ. ഫറളിൽ വന്ന പോരായ്മകൾ പരിഹരിക്കാനുള്ളതാണ് സുന്നത്തുകൾ. ആ സുന്നത്തന്നെ ഇവൻ എന്താ ചെയ്യാ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, പ്രവാചകൻ പഠിപ്പിച്ച ഒരൊറ്റ സുന്നത്തും ഞാൻ ഒഴിവാക്കാറില്ല. കാരണം പിഴച്ചു പോകുമെന്നുള്ള പേടി എനിക്കുണ്ട്, പിഴച്ചു പോകുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. സുന്നത്തുകളെ പരിഹസിക്കുക, സുന്നത്തുകളെ കളിയാക്കുക, സുന്നത്തുകൾ നിസ്സാരവൽക്കരിക്കുക. നിങ്ങൾ വിചാരിക്കുക നിയമത്തുല്ലാഹ് ഫാറൂഖിന്റെ പ്രസംഗം കുറെ മുമ്പ് കഴിഞ്ഞല്ലേ എന്ന്. ദാ അൽമനാർ ജൂലൈ ഇപ്പൊ കഴിഞ്ഞ മാസം എന്താ പറഞ്ഞോ കേട്ടോളി. ഇന്ന് പലർക്കും താടിരോമത്തിന്റെ നീളത്തെക്കുറിച്ചും പല്ലിയെ കൊന്നാൽ സ്വർഗമോ നരകമോ എന്നൊക്കെയാണ് ഇവിടെ വാമൊഴിയും വരമൊഴിയുമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽമനാറിലെ അൽമനാറിന്റെ ഇവിടെ ഒരു റൗണ്ട് കണ്ടു നിങ്ങൾ, ഇതൊന്ന് വായിച്ചു നോക്കുന്നുണ്ട്. എന്താ അറിയോ? മജല്ലത്തുൻ ഷഹരിയത്തുൻ തുസ്ദറു മിൻ കാലികൂത്ത്, കോഴിക്കോട് നിന്നും ഇറങ്ങുന്ന ഒരു മജല്ല മാസിക. സലഫുസ്സാലിഹുകളുടെ മാതൃക അനുസരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന മാസിക. പച്ച നുണയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ എന്താ ഉള്ളത്? ഇപ്പൊ ചില ആളുകളുടെ വിഷയം താടി നീട്ടണോ നീട്ടണ്ടേന്നാണ് എന്നൊരു നിങ്ങളൊക്കെ താടി എല്ലാവരും ഇങ്ങനെ ആക്കണം അല്ലെങ്കിൽ നരകത്ത് പോകുന്നല്ല ഈ പറയണത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം, നീട്ടാം നീട്ടാതിരിക്കാം, ഓരോരുത്തരുടെ ഇഷ്ടമാണത്. അല്ലാഹ് പറഞ്ഞു ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ അവനാന്റെ ഇഷ്ടം. നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കണ്ട, നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം. നോമ്പ് നോൽക്കാതിരിക്കലും അവനാന്റെ ഇഷ്ടമാണ്. നോമ്പ് നോൽക്കണമെങ്കിൽ വേണ്ട. പക്ഷെ അത് അല്ലാഹ് തീരുമാനിച്ചു പരലോകത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ അല്ലാഹ് പറഞ്ഞ ഒരു കാര്യം ഇല്ല എന്ന് പറയാൻ, ഇപ്പൊ സുബൈ മുമ്പിന്റെ സുന്നത്ത് ഒരാൾ പറയാ ഞാൻ സുന്നത്ത് നിസ്കരിക്കണില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഒരുത്തം പറയാം സുബൈ സുന്നത്ത് ഇല്ല, അപ്പോഴോ അത് വലിയ കുഴപ്പമാണ്. വ്യത്യാസം മനസ്സിലായോ? സുന്നത്ത് ഞാൻ എടുക്കുന്നില്ല എന്ന് പറയുന്നതും ആ സുന്നത്ത് അങ്ങനെ ഒന്ന് ഇല്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അതാ അവിടെ പ്രശ്നം. അൽമനാറിലാ വരുന്നത്. താടിന്റെ നീട്ടം എത്ര വേണം എന്ന ചർച്ചയാണ് ഇപ്പോൾ ചില ആളുകൾ നടത്തുന്നത്. പിന്നെ എന്താ ചർച്ച ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത്? ഇപ്പൊ PK സ്റ്റീൽ കൊണ്ട് അദ്രാമാസ് ലൈഫിന് അടിക്കണോ അതോ മറ്റേ എറണാകുളത്തെ മറ്റേ കൈരളി സ്റ്റീൽ കൊണ്ട് അടിക്കണോ എന്നുള്ള ചർച്ച ഇപ്പൊ നടക്കുന്നത്. ഏത് സ്റ്റീൽ കൊണ്ടാ അടിക്കണ്ടെന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഈ ചർച്ചയൊക്കെ നിർത്താന് നോക്കി. നിങ്ങൾ അൽമനാറിൽ വന്ന വിഷയ താടിയെ പരിഹസിച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ല. അവനാ പറഞ്ഞു ഹദീസിൽ വന്ന വിഷയങ്ങളെ കൊച്ചാക്കുക, അതൊരു വിഷയമല്ല എന്ന നിലക്ക് പെരുമാറുക നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, പിന്നെ വിത്ർ നമസ്കരിക്കാത്ത ആളുകളുടെ സാക്ഷി സ്വീകരിക്കാൻ പാടില്ല എന്നാ. വിത്ർ നമസ്കാരം സുന്നത്താ, എന്നിട്ട് പോലും വിത്ർ നമസ്കരിക്കാത്തവന്റെ സാക്ഷി സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. കാരണം എന്താ? അവൻ പതിവായ സുന്നത്ത് ഒഴിവാക്കുന്നവനാണെങ്കിൽ അവന് സാക്ഷി സ്വീകരിക്കാൻ പാടില്ല. അത്രത്തോളം സുന്നത്തിന് പ്രാമുഖ്യം കൊടുത്തു. ഇതേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയണ്ടായി, പ്രവാചകൻ എന്നൊരു ഹദീസ് ഒരു സുന്നത്തേക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിൽ നമ്മൾ ചെയ്യാതെ ഞങ്ങൾ ഒഴിവാക്കി വിടാറില്ല. ഏറ്റവും ചുരുങ്ങിയതും ഒരു തവണയെങ്കിലും ഞങ്ങളത് ചെയ്യാറുണ്ട്. അപ്പോ ഹദീസിൽ വന്ന വിഷയങ്ങളും ഇഷ്ടമുണ്ടോ ഇഷ്ടല്ലേ, പറ്റുമോ പറ്റൂലേ, കാലത്തിന് യോജിച്ചതാണോ യോജിക്കാത്തതാണോ എന്നൊന്നും നോക്കിക്കൊണ്ടല്ല, മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്നുള്ള കാരണത്താൽ നമ്മൾ സ്വീകരിക്കണം. പിന്നെ ഒരാള് ഹദീസിനെതിരാകുകയാണ്, ഹദീസിനെതിര് പറയാൻ. ഹദീസിനെതിര് പറഞ്ഞാൽ നമുക്ക് അവനോട് വെറുപ്പ് വേണം. പ്രവാചകൻ ഒരു കാര്യം പറയുന്നു,
അതിന് എതിര് വേറൊരുത്തരും പറയുന്നുവെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് ആ വിഷയത്തിൽ വെറുപ്പ് വേണം. വ്യക്തിപരമായി കൊണ്ടല്ല, മറിച്ച് നമുക്ക് ആ വ്യക്തിയേക്കാൾ സ്നേഹം പ്രവാചകനോടാണ് എന്ന കാരണത്താൽ. ഒരു ഉദാഹരണം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു വഴിയിലൂടെ ഇങ്ങനെ പോവുക. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ ഈ എന്താ പറയാ വടിയെടുത്തിട്ട് പക്ഷികൾ എങ്ങനെ എറിയുന്നുണ്ട്. അപ്പോ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് എറിയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് വേട്ടയാടാൻ വടി പറ്റൂല. വടികൊണ്ട് വേട്ടയാടിയ ചിലപ്പം ജീവിയെ കിട്ടൂല, അതിന്റെ കണ്ണോ അല്ലെങ്കിൽ കയ്യോ കാലൊക്കെ മുറിഞ്ഞിട്ട് അപകടം ഉണ്ടാവുള്ളൂ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എറിയല്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. തിരിച്ചിങ്ങനെ വരുമ്പോ ഈ ആൾക്കാർ അതേ പണി പിന്നെയും ചെയ്യുന്നു. ദേഷ്യപ്പെട്ടു അദ്ദേഹം. എന്താ പറഞ്ഞെന്നറിയോ? വല്ലാഹി ലാ കല്ലംതുകും അബദ, ഇനി ഞാൻ നിങ്ങളോട് മുണ്ടെന്നല്ല, റസൂൽ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ വീണ്ടും ആവർത്തിക്കുകയോ? അതായിരുന്നു സ്വഹാബികൾ. പ്രവാചകന്റെ ഹദീസിന് എതിര് പ്രവർത്തിക്കുന്ന ആളുകളോട് ദേഷ്യം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തുകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയാൻ പാടില്ല. മകൻ പറഞ്ഞു, ഞാൻ തടയും എന്ന് പറഞ്ഞു. വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശകാരിച്ചു എന്നാ ഇബ്നു ഉമർ. എന്ത് പറഞ്ഞിട്ട്? എടോ, റസൂൽ പറഞ്ഞു ഞാൻ നിന്നോട് പറയുമ്പോ നീ പറയേ തടയുന്നു? റസൂൽ തടയാൻ പാടില്ല എന്ന് പറയുമ്പോ നീ പറയുകയാണോ തടയുമെന്ന്? എന്ന് സ്വന്തം മകനോട് ദേഷ്യപ്പെട്ടു, ചൂടായി. എന്തിന്റെ പേരിൽ? പ്രവാചകൻ പറഞ്ഞ ഹദീസിന് എതിര് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ. നിങ്ങൾക്കറിയോ, ബഹുമാനനായ ഉമർ മൗലവി, അദ്ദേഹത്തിന് ഓർമ്മകളുടെ തീരത്തിന്റെ പുസ്തകമുണ്ട്. അതിൽ CN അഹമ്മദ് മൗലവിയുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം കൊടുക്കുന്നുണ്ട്. അതിൽ കാണാം, CN അഹമ്മദ് മൗലവിയെ അൽമനാറിന്റെ പത്രാധിപ സമിതിയിൽ നിന്നും നീക്കം ചെയ്യാത്തിടത്തോളം കാലം ഇനി ഞാൻ മുജാഹിദ് പ്രസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. രാജിക്കത്ത്. ആരുടെ? ഉമർ മൗലവിന്റെ. KJ-ന് കൊടുത്ത കത്ത, നേതൃത്വത്തിന് കൊടുത്ത കത്ത. എന്താണ്? കാരണം CN അഹമ്മദ് മൗലവി ആ കാലഘട്ടത്തിലും ഹദീസുകൾ നിഷേധിക്കുന്ന ചില വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു, ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അന്ന് ബഹുമാന്യനായ ഉമർ മൗലവി പറഞ്ഞത് എന്ത്? ഈ CN അഹമ്മദ് മൗലവിയെ അൽമനാറിന്റെ പത്രാധിപ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ഇതുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് രാജിക്കത്ത്. ആര്? ഉമർ മൗലവി. ഇന്ന് കേട്ടോളിട്ടോ, കൊടുങ്ങല്ലൂർ ഒരാളുണ്ട്, ഇബ്രാഹിം കുട്ടി മൗലവി എന്ന പേര്. അൽമനാറിന്റെ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പുസ്തക സമിതി പ്രസിദ്ധീകരണാലയത്തിന്റെ മേധാവിയാണ് അദ്ദേഹം. അദ്ദേഹം പറയുമ്പോൾ ഒരു ബുക്ക് കേനമെന്ന് ഇറങ്ങൂ. അദ്ദേഹം പറഞ്ഞ വാക്കാണ് എന്ത്? ബുഖാരി തോട്ടിലെറിയണം. എന്തിനാ? മൂപ്പർക്ക് ഇഷ്ടമില്ലാത്ത ഹദീസുകൾ അതിലുണ്ട്, മൂപ്പരെ ബുദ്ധിഗതി യോജിക്കാൻ കഴിയാത്ത ഹദീസുകൾ അതിലുണ്ട്. എന്താ പണ്ട് ആരെ പറഞ്ഞെന്നറിയോ? ചേകനൂര്. ബുഖാരി തോട്ടിലെറിയണമെന്ന് അന്ന് പറഞ്ഞത് ചേകനൂരാണ് എങ്കിൽ ഇന്നത് പറയുന്നത് ഇബ്രാഹിം കുട്ടി മൗലവി, KNM-ന്റെ കാര്യപ്പെട്ട നേതാവാ. ഇനി മനസ്സിലായിക്കോളും, ഈ നേതാവ് നാട്ടിൽ ഇല്ലാത്ത കാരണത്താൽ കൊടുങ്ങല്ലൂരിൽ നടക്കേണ്ടുന്ന അവിടുത്തെ ജില്ലാ തെരഞ്ഞെടുപ്പ് 2 തവണ നീട്ടിവെച്ചു. കാരണം അദ്ദേഹം കൂടി ജമിഅത്തുൽ ഉലമയിൽ ഇങ്ങോട്ട് വരണം, എന്നാലും ശരിക്കും ഹദീസ് നിഷേധം നടക്കുള്ളൂ. ഉമർ മൗലവി CN-നെ മാറ്റിയില്ലെങ്കിൽ ഞാൻ അതിലേക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇപ്പോഴത്തെ ആളുകളോ ഇയാളെയും കൂടി ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ അതിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും തെരഞ്ഞെടുപ്പ് പോലും മാറ്റിവെച്ചു. അന്നത്തെ ആളുകളുടെ താല്പര്യം എന്തായിരുന്നു? ഇന്നത്തെ ആളുകളുടെ താല്പര്യം എന്താണ്? അന്നത്തെ ആളുകൾക്ക് എന്തിനോടായിരുന്നു കൂറും ബഹുമാനവും സ്നേഹവും? ഇന്നത്തെ ആളുകൾക്ക് എന്തിനോടാണ് കൂറും ബഹുമാനവും സ്നേഹവും? സഹോദരന്മാരെ, മനസ്സിലാക്കുക, അള്ളാഹും അവന്റെ പ്രവാചകനും അവർ നമ്മളെ പഠിപ്പിക്കുന്നത് ദീനാണ്. ആ ദീൻ നമ്മുടെ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാനും നമ്മുടെ ഇഷ്ടപ്രകാരം ഒഴിവാക്കാനും നമ്മുടെ ഇഷ്ടപ്രകാരം ആളുകളെ തല്ലാനും ഒന്നും ഉള്ളതല്ല ദീൻ എന്ന് പറഞ്ഞാൽ. അതൊരു ആദർശമാണ്, ഒരു വഴിയാണത്. എങ്ങോട്ടുള്ള വഴി? നമ്മുടെ ജീവിതം എന്ന് പറയുന്ന യാത്ര ഉണ്ടല്ലോ, സ്വർഗത്തിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ പിഴവ് സംഭവിക്കാതിരിക്കാനും ആ യാത്രയിൽ അപകടം സംഭവിക്കാതിരിക്കാനും ആ യാത്രയിൽ നമുക്ക് തെറ്റുപറ്റാതിരിക്കാനും നമ്മളെ ശരിയായ റൂട്ടിലൂടെ കൊണ്ടുപോകുന്ന ഒരു നിയമസംഹിതയാണ് പരിശുദ്ധ ഇസ്ലാം. അത് കളിക്കാനുള്ളതല്ല, അത് പുറത്താക്കി കളിക്കാനുള്ളതല്ല. ഇവിടെ ഇപ്പോൾ ആകെ 2 കൂട്ടർ തമ്മിൽ ഭയങ്കര അടി നടക്കുക. മഞ്ചേരി ടീമും അതിൻ്റെ ടീപ്പിൻ്റെ ടീം വേറെയും, അതിൻ്റെ ഇടയിൽ കൂടി പുറത്താക്കൽ വേറെയും നടക്കണം. അതാ രസം. ഈ തല്ലും പിടിയൊക്കെ നടക്കുമ്പോഴും പുറത്താക്കൽ പണി വേറെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ ചിന്തയൊക്കെ വിടുക, പുറത്താക്കി ഔത്താക്കി എന്താ വെച്ചാൽ കാണിക്കോട്ടെ. നമ്മുടെ ദീന് പഠിക്കാം. ഇൽമിന്റെ കുറവ്, അറിവിന്റെ കുറവ് ഈ സമൂഹത്തെ തിന്മയിലേക്ക് കൊണ്ടുപോകും. ആരാണ് മുൻഗാമികൾ? ആരാണ് സ്വഹാബികൾ?
അവർ എങ്ങനെയാണ് ദീന് പഠിച്ചത്, അവർ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത്, അവർ എങ്ങനെയാണ് പ്രവാചകന്റെ ഹദീസുകളെ ഉൾക്കൊണ്ടത് എന്ന് പഠിച്ച് മനസ്സിലാക്കി ആ പാത പിൻപറ്റി ജീവിക്കാൻ നമ്മൾ തയ്യാറാകാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. അദ്ദേഹത്തിന്റെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു. റസൂൽ ആ മോതിരം ചോദിക്കുക, റസൂല് ദാ ഇതുപോലൊരു വളയം നാളെ നരകത്തിൽ നിന്റെ കയ്യിലുണ്ടാകുന്ന നിനക്ക് ഇഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂലെ. പ്രവാചകൻ ആ മോതിരം വാങ്ങിയിട്ടാണ് വലിച്ചെറിഞ്ഞു. റസൂല് പോയി. സ്വർണ്ണമോതിര. ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുക. റസൂല് പോയപ്പോൾ മറ്റുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് ആ മോതിരം എടുത്തൂടെ, നിങ്ങൾ ധരിക്കണ്ടല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് കൊണ്ടുപോയി വിൽക്കാം, പൈസ കിട്ടും. നിങ്ങളെ ഭാര്യ സ്ത്രീ ആണല്ലോ, ഭാര്യക്ക് കൊടുക്കാമല്ലോ, സ്വർണം പറ്റുമല്ലോ, കൊണ്ടുപോയി. പലരും പല അഭിപ്രായം. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ റസൂല് ഊരി വലിച്ചെറിഞ്ഞ് എനിക്ക് പിന്നെ വേണ്ട. അതാ പ്രവാചകന്റെ ഒരു പ്രവർത്തനത്തിനോട് സ്വഹാബത്ത് കാണിച്ച അവരുടെ മാനസികമായ അവസ്ഥ അതായിരുന്നു. അത്രത്തോളം പ്രവാചകനെ പിൻപറ്റിയവര്. ഇതൊക്കെ അതാ ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രവാചകനില്ല. ഇന്നുള്ളത് എന്താ? പ്രവാചകന്റെ ഹദീസുകളാണ്. അതുകൊണ്ട് ഹദീസ് സ്വീകരിക്കണേ, ഹദീസ് പ്രമാണമാണ്, അതിനെ പിൻപറ്റണേ, അതിനെ ഒഴിവാക്കരുത്, അതിനെ പരിഹസിക്കരുത്, അതിനെ കൊച്ചാക്കരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അതുകൊണ്ട് വേറൊരു കൂലിയിട്ട് അല്ലെങ്കിൽ വേറൊരു പുണ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഈ പ്രമാണം ജനങ്ങൾ ഉൾക്കൊള്ളണം. നമ്മൾ പ്രമാണത്തിന്റെ ആളുകളായി മാറണം. സ്വഹാബികളെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നമസ്കരിക്കാൻ നിൽക്കുക. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാലിലെ ചെരുപ്പാണ് ഊരി മാറ്റി വെച്ചു. കാരണം അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലെ മൊസൈക്കോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ചെരുപ്പിന്റെ അടിയിൽ വൃത്തികേടില്ലെങ്കിൽ ആ ചെരുപ്പിട്ട് നമസ്കരിക്കാം. കുറെ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ഊരി മാറ്റി വെച്ചു. അപ്പൊ കണ്ടുകൊണ്ട് ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങളായ സ്വഹാബികൾ മുഴുവൻ ചെരുപ്പ് ഊരാൻ തുടങ്ങി. എല്ലാവരും ചെരുപ്പ് ഊരല് നിസ്കരിക്കുമ്പോഴത് എല്ലാവരും ചെരുപ്പ് ഊരാൻ തുടങ്ങി. നമസ്കാര ശേഷം ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല എന്തിനാ ഞങ്ങളൊക്കെ പാടെ ചെരുപ്പ് ഊരിയത് എന്ന് ചോദിച്ചു. അപ്പൊ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മൾ പഠിക്കണം. എന്താണെന്നറിയോ? നിങ്ങൾ എന്തിനാ ഊരിയത്? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഊരിയത്. നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് ചെയ്യാമെന്നല്ല, കാരണം അറിഞ്ഞിട്ട് ചെയ്യാമെന്നല്ല, മനസ്സിലാവുമല്ലേ നോക്കട്ടെ എന്നല്ല. പ്രവാചകൻ ചെരുപ്പ് ഊറുന്നത് കണ്ടപ്പോ ഉടനെ എല്ലാവരും ഊരി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ ഞാൻ നമസ്കരിക്കാൻ നിന്നപ്പോൾ ജിബ്രീൽ വന്നു, എന്നിട്ട് പറഞ്ഞു മുഹമ്മദ് ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ട്, ഊരി വെക്കണം. അതോടെ ഞാൻ ഊരി വെച്ചത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോളിയും, റസൂലിന് എന്തറിയില്ല? ഗൈബ് അറിയില്ല. ഗൈബ് അറിയുമായിരുന്നെങ്കിൽ എന്ത് പറയേണ്ടി വരും? മനഃപൂർവ്വം നജസുണ്ടെന്ന് അറിഞ്ഞ ചെരുപ്പ് ധരിച്ച് നമസ്കരിച്ചു എന്ന് പറയേണ്ടി വരും. അത് അതിനേക്കാൾ വലിയ അപകടമാണ്. അപ്പൊ പ്രവാചകന് സ്വന്തം കാലിന്റെ അടിയിലെ നജസ് മനസ്സിലാക്കാനുള്ള ഗൈബ് അറിയാനുള്ള മാർഗമുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊരി വെച്ചു. ജിബ്രീൽ പറഞ്ഞപ്പോ അത് കണ്ട സ്വഹാബികൾ കാരണം പോലും അറിയാണ്ട് അവരെന്ത് ചെയ്തു? ഊരി വെച്ചു. അങ്ങനെയാണ് നമ്മൾ ഹദീസിനെ സ്വീകരിക്കേണ്ടത്. അപ്പൊ എന്തൊരു രസ! അപ്പൊ തല്ലുണ്ടാവൂല, അപ്പൊ പുറത്താക്കലുണ്ടാവൂല, അപ്പൊ വക്കാണുണ്ടാവൂല, അപ്പൊ പ്രശ്നങ്ങൾ വരൂല. കാരണം ഞാൻ സ്വീകരിക്കുന്നത് പ്രവാചകന്റെ ഹദീസ്, ഞാൻ പിൻപറ്റുന്നത് പ്രവാചകന്റെ ഹദീസിനെ. പിന്നെ എന്തിനു തല്ലുകൂടണം? അല്ല, എന്റെ ടീം വളരണം, ആളുകൾ എന്റെ ആളുകളാകണം, അവന്റെ കൂടെ ആരുണ്ടാകരുത് ഈ നിലയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങിയാലോ പ്രശ്നങ്ങളായി. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരിക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരിക. ഈ സംഭവം കൂടി പഠിക്കുക. പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയുടെ മുൻഭാഗത്ത് ഉമ്മറപ്പടിയിലെത്തിയപ്പോൾ അദ്ദേഹം പള്ളിന്റെ ആ ഉമ്മറപ്പടിമ അവിടെ ഇരുന്നു. ഇവിടെ ഖുതുബ പ്രസംഗം നടക്കുക പള്ളിയിൽ. സ്വഹാബി പള്ളിന്റെ ഉമ്മറത്ത് അവിടെ ഇരുന്നു. ഖുതുബ കഴിഞ്ഞ് റസൂൽ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചോദിച്ചു, അല്ല ഇബ്നു മസ്ഊദ്, ഇജെന്റെ പള്ളിന്റെ പുറത്ത് ഉമ്മറപ്പടിമേലെ ഇരുന്നത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് പറയാ, നിങ്ങളല്ലേ ഇരിക്കാൻ പറഞ്ഞത്? നിങ്ങൾ നേരത്തെ ഇജ്ലിസ് എന്ന് പറഞ്ഞില്ലേ? ഹേയ്, അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ല, അത് ഖുതുബയിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇജ്ലിസ് വന്നു പോയതാ. അത് കയറി വരുമ്പോ ഇബ്നു മസ്ഊദ് കേൾക്കുക. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്ന് നോക്കി. നിങ്ങൾ ഖുതുബയിൽ പ്രവാചകന്റെ പ്രസംഗത്തിൽ ഇരിക്കൂ എന്നുള്ള വാക്ക് കേട്ടപ്പോ അത് എന്നോടാണോ പറയുന്നത് എന്ന് പോലും ആലോചിക്കാൻ നിൽക്കാണ്ട് ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നു പോയി. കാരണം ഇരിക്കുന്ന് കേട്ടിട്ട് പിന്നെ മുന്നോട്ട് പോന്നാൽ പ്രവാചകന്റെ കൽപ്പനയെ ധിക്കരിക്കലാണ്. അത് മനസ്സിലാക്കിയിരുന്നായിരുന്നു അവര്. റസൂൽ പറയാൻ, ഞാൻ നിന്നോട് പറഞ്ഞതല്ല, അത് മൊത്തത്തിൽ ഖുതുബയിൽ പറഞ്ഞതാണ്. അതായിരുന്നു. ഇന്ന് ആ റസൂൽ നമ്മുടെ മുമ്പിലില്ല. ഇന്ന് ആ പ്രവാചകന്റെ ഹദീസാണുള്ളത്. ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ നീച്ചിക്കുക, നിൽക്കുന്ന് പറഞ്ഞിടത്ത് നമ്മൾ ഇരിക്കും, ഇരിക്കാൻ പറഞ്ഞിടത്ത് കിടക്കും. അങ്ങനെ എപ്പോൾ പോണത്?
എന്നിട്ട് മുൻഗാമികളായ മുഅ്തസിലിയാക്കളും ഖവാരിജുകളും പിന്നെ വന്ന ചേകനൂരും സിയന്നും ഇന്ത്യ രാജ്യത്ത് വന്ന മറ്റുള്ള ആളുകളും അവരൊക്കെ പറഞ്ഞ തത്വങ്ങൾ എന്താ തത്വം എന്നറിയോ? ബുദ്ധിക്കെതിരായതൊക്കെ ഒഴിവാക്കണം, ഖുർആനെതിരാൻ തോന്നുന്നതൊക്കെ ഒഴിവാക്കണം. സഹോദരങ്ങളെ, സ്വഹീഹായ ഹദീസ് ഒരിക്കലും ഖുർആനെതിരായിട്ട് വരൂല. സ്വഹീഹായ ഹദീസ് ഒരിക്കലും ഖുർആനെതിരായിട്ട് വരൂല. കാരണം ഖുർആനും ഹദീസും രണ്ടും അള്ളാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങൾ, പരസ്പര ഭിന്നതകളും അവ രണ്ടിലും ഒരിക്കലും കാണുക സാധ്യമല്ല. നമ്മൾ ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, ഇത് രണ്ടും നമ്മുടെ പ്രമാണമാണ്. അതിനപ്പുറമായി നമ്മോട് ആര് പറഞ്ഞാലും നമുക്ക് ഒരിക്കലും സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. ഇനി നമ്മൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഹദീസിലെങ്കിലോ സ്വീകരിച്ചേ പറ്റൂ. എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയാത്ത വിഷയം ഹദീസിൽ വന്ന എന്താ ചെയ്യുക? എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റുമോ? ഉഖബത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു ഒരു സ്ത്രീയെ. കല്യാണം കഴിഞ്ഞ ശേഷം മറ്റൊരു വൃദ്ധ വന്നിട്ട് പറയാണ്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മുലകുടി ബന്ധമുണ്ട്, എൻ്റെ പാലനങ്ങൾ രണ്ടാളും കുടിച്ചത് എന്നർത്ഥം. കുടുങ്ങിയില്ലേ? കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളാണ്, വേർപിരിയാനോ ഒഴിവാക്കാനോ ഇഷ്ടമില്ലാത്ത സമയമാണ്. ഹദീസിലെന്താ നിയമം? എന്താ? ഒരു മുലകുടി ബന്ധത്തിലുള്ള ആളുകൾ തമ്മിൽ വിവാഹം പാടില്ല, നിഷിദ്ധമാണ്. ഈ സ്വഹാബി, ഇനി പഠിച്ചോളി, മക്കത്താണ് വിവരം കേൾക്കുന്നത്. മക്കയിൽ നിന്നും മദീനത്തേക്ക് പോയി. എത്ര കിലോമീറ്റർ എന്നറിയോ? 450ഓളം കിലോമീറ്റർ. വാഹനമല്ല, വിമാനവും സൗകര്യങ്ങളൊന്നുമില്ല, ഒട്ടകപ്പുറത്തും നടന്നിട്ടും അങ്ങനെ പ്രയാസപ്പെട്ട് 450 കിലോമീറ്റർ മക്കത്ത് മദീനത്തേക്ക്. എന്തിനാ? ഒരു ഹദീസിന്റെ നിയമം പഠിക്കാൻ, ഒരു ഹദീസിന്റെ നിയമം പഠിക്കാൻ. പ്രവാചകനോട് പറഞ്ഞു, റസൂലേ ഞാനിങ്ങനെ കല്യാണം കഴിച്ചു, ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ മുലകുടി ബന്ധമുണ്ട്, ഇനി എന്താ ചെയ്യുക? പ്രവാചകൻ പറഞ്ഞു, വഖദ് ഖീൽ, പറഞ്ഞു കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഒഴിവാക്കിക്കളി. ഞാൻ ഒഴിവാക്കൂല എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം, വന്നിട്ട് ഒഴിവാക്കിയാണ്. എന്നിട്ടോ ആ സ്ത്രീയെ മറ്റൊരു സഹോദരൻ കല്യാണം കഴിക്കുന്നു. രണ്ടാൾക്കും അതിൽ പ്രയാസമല്ല. കാരണം പ്രവാചകന്റെ തീരുമാനം വന്നാൽ പിന്നെ വിശ്വാസിക്കോ വിശ്വാസിനിക്കോ സ്വന്തമായ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളും മതത്തിന്റെ വിഷയത്തിൽ ഇല്ലേ ഇല്ല. അത് എത്ര വലിയ ആള് പറഞ്ഞാലും ശരി, ചിലപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണല്ലോ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും റസൂലിന്റെ വാക്കിൽ നമ്മൾ വലുതായിട്ട് കാണണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഒരു സദസ്സിലിരിക്കുകയാണ്. അവിടെ അബൂബക്കറും പിന്നെ പല ആളുകളുണ്ട്. ചർച്ച എന്താണ്? ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠം തമത്തു ആയ ഹജ്ജാണോ ഖിറാനായ ഹജ്ജാണോ? തമത്തു എന്ന് പറഞ്ഞാൽ ഉംറ കഴിഞ്ഞ് ഇഹ്റാം അഴിച്ചു വെച്ച് പിന്നെ ഹജ്ജിന് വേറെ ഇഹ്റാം കിട്ടുന്നതാണ് തമത്തു ആയ ഹജ്ജ്. ഖിറാൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി ചെയ്യുന്നത്. ചർച്ച ഇതാണ്, ഏതാണ് ശ്രേഷ്ഠം? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, പിന്നെ തമത്വമായ ഹജ്ജാണ് ശ്രേഷ്ഠം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചില സ്വഹായിമാർ പറഞ്ഞു, ഇങ്ങനെ അബൂബക്കർ പറഞ്ഞിട്ടുണ്ടല്ലോ ഖിറാനാണ് ശ്രേഷ്ഠം എന്ന്, വേറൊരാൾ പറഞ്ഞു ഉമർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇതാണ് ശ്രേഷ്ഠം എന്ന്. കുറെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നതാ. ഇദ്ദേഹം തൊട്ട് ചൂടായി. എന്താ പറഞ്ഞറിയോ? ഞാൻ റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ അബൂബക്കർ പറഞ്ഞു എന്ന് പറയേ, ഉമർ പറഞ്ഞു എന്ന് പറയേ. ആരാ അബൂബക്കർ ഉമറൊക്കെ? അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. എണ്ണി പറഞ്ഞ മഹാത്മാക്കളാണ് അവരൊക്കെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഇബ്നു അബ്ബാസ് എന്താ പറഞ്ഞത്? ഞാൻ റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാം അബൂബക്കർ പറഞ്ഞു ഉമർ പറഞ്ഞു എന്ന്. എന്നിട്ടോ നമുക്ക് ഈ ഫാറൂഖികൾ ആണോ? എന്നിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള മറ്റുള്ള ആളുകൾ അല്ല സുഹൃത്തുക്കളെ. അപ്പോ പ്രമാണത്തെയും ആദർശത്തെയും ദീനെയും നമ്മൾ എന്നും വലുതായി കാണുക, അതിന് നമ്മൾ സ്നേഹിക്കുക, അതിലേ രക്ഷയുള്ളൂ. അതേ പരലോകത്ത് കൂട്ടിനുണ്ടാവൂ, അതേ ഖബറിൽ വെളിച്ചമായി വരൂ. അല്ലാത്തവയെല്ലാം ഒമൽ ഹയാത്തു ദുനിയ ഇല്ലൽ മതാഉൽ ഗുറൂർ, ഭൗതിക ജീവിതത്തിന്റെ താൽക്കാലിക സുഖങ്ങളാ, താൽക്കാലിക വിസയാണൊക്കെ, താൽക്കാലിക ശമ്പളങ്ങളാ, താൽക്കാലിക സൗകര്യങ്ങളാ, താൽക്കാലിക വീടാണ്, താൽക്കാലിക വാഹനമാണ്. ഇപ്പോഴും പേരിലാക്കി കൊടുത്തിട്ടില്ല, ഇപ്പോഴും പേരിലാക്കി കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ വിളിച്ചു, ബഹുമാന്യനായ അനസ് മുസ്ലിയാരെ. അല്ലടോ, പിന്നെ നൂർഷാ വണ്ടി എൻ്റെ പേരിലാക്കി തന്നിക്കണമെന്ന് ചോദിച്ചു. ഇല്ല, എപ്പോഴും നൂർഷാൻ്റെ പേരിൽ തന്നെയെന്ന് പറഞ്ഞു. എന്നാൽ വേഗം എൻ്റെ പേരിലാക്കാൻ നോക്കുന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, നോക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ സുഹൃത്ത് അവർ നമ്മളുടെ ബന്ധത്തിൻ്റെ പേര് വിളിച്ചതാണ്. നൂർഷ പെട്ടെന്ന് ചെയ്യൂല, കാരണം എന്താ പറയുക, നൂർഷാക്കാരെ പേരെ എപ്പോഴാണ് തൗബ ചെയ്യാന്നറിയില്ല, ഇങ്ങനെ പത്ത് കാലം. അപ്പോൾ ആളുകൾ വീടും വാഹനവും സൗകര്യവും ഒന്നുമല്ല, ദീനിനു വേണ്ടി, ആദർശത്തിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി മുന്നോട്ട്, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുക, പ്രമാണം പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ദീനിൻ്റെ യഥാർത്ഥ പൊരുളറിഞ്ഞ് മുന്നോട്ട് നീങ്ങി ഈമാനോടുകൂടി മരിച്ച് നാളെ അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം
وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته.